ഹായ് നമസ്തേ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് മൺഡേ ആണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇന്ന് ഞങ്ങൾ ഒന്ന് പുറത്ത് പോകുന്നുണ്ട്. ഇവിടെ ഹൈദരാബാദ് കുറച്ച് പേർക്ക് ഹോളിഡേ ആണ്, എല്ലാവർക്കും അല്ല തോന്നുന്നു. എന്തായാലും ഗോകുവിന് ഹോളിഡേ ആണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പുറത്തേക്ക് പോകാമെന്ന്. എങ്ങോട്ടാണെന്നൊക്കെ ഞാൻ വഴിയേ പറയാവേ. ഇപ്പം ഞാൻ എണീറ്റു, ജസ്റ്റ് ഒന്ന് ഫ്രഷ്നപ്പായി. ഇനിയിപ്പോൾ ദച്ചുവിന് എണീറ്റ് അവളെ ഒന്ന് ഫ്രഷ്നപ്പൊക്കെ ആക്കി ഡ്രസ്സ് ചെയ്യിപ്പിക്കണം. അതൊക്കെ തന്നെയാണ്, എനിക്കും ഡ്രസ്സ് ചെയ്യണം. അതാണ് ഇനി നെക്സ്റ്റ് പണി. ഇപ്പോൾ 6:30 കഴിഞ്ഞു. 7 o'clock ഇറങ്ങണം എന്നാണ് പറഞ്ഞത്. പക്ഷേ 7 o'clock ഷാർപ്പൊന്നും ഇറങ്ങാൻ പറ്റുമൊന്നുമില്ല. കാരണം ദച്ചുവിനെ എണീപ്പിക്കണം, ദച്ചുവിനെ റെഡിയാക്കണം, പിന്നെ എനിക്ക് റെഡിയാവണം. ഷാർപ്പ് 7 o'clock ഒന്നും ആവുമെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സും ഉണ്ട്. ഇപ്പം 2 ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പം വഴിയേ കാണാം. ഞാൻ പോയിട്ട് ദച്ചുവിനെ ഒന്ന് എണീപ്പിച്ച് സെറ്റ് ചെയ്യട്ടെ, എന്നിട്ട് റെഡി ആയിട്ട് കാണാം. അപ്പോഴത്തേ ഞങ്ങൾ റെഡി ആയിട്ട് ഗോകുവിന് വെയിറ്റ് ചെയ്യാണ്. ഗോകു കുളിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ 7 മണിയൊക്കെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞോളൂ, ഷാർപ്പ് 7 o'clock ഞങ്ങൾ ഇറങ്ങില്ല. എന്നാലും വലിയ ലേറ്റ് ആവാണ്ട് തന്നെ ഇപ്പം തന്നെ ഇറങ്ങും. ഗോകു കുളിച്ച് കഴിഞ്ഞ് റെഡി ആയി കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഇറങ്ങും. ദച്ചുവിനെ കാണിച്ച് ഇച്ചിരി വാശിയുണ്ട്. എണീറ്റപ്പോൾ വലിയ വാശിയൊന്നും ഉണ്ടാകുന്നില്ല, ഇപ്പം ഇച്ചിരി വാശിയുണ്ട്. ഹലോ പറഞ്ഞേ. എവിടെയാ പോണേ? ഒരു സ്ഥലത്താണോ പോണേ? ആ, ടാറ്റ പോയിട്ട് വന്നിട്ട് കാണാൻ പറയൂ. മേല് കഴുകിച്ച് മാത്രമേ ഉള്ളൂ, തലയൊന്നും നനപ്പിച്ചില്ല ഞാൻ. അതുകൊണ്ടാണ് മുടി ഇങ്ങനെ പറന്നാ കിടക്കുന്നത്. ചെപ്പിട്ടോ? ആ, ചെപ്പിട്ട്. ഒരു മിനിറ്റ്. Come on, ദേ ഇവിടെ. ഹലോ. അയ്യോ, എൻ്റെ ചെടി കൊച്ചിൻ്റെ ചെപ്പ് പോയി. കയ്യിലോ കൊതുക് കടിച്ചോ? നമുക്ക് പോകുമ്പോ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് കുത്തി വെക്കാട്ടോ. ഓക്കെ. സമയം അപ്പോൾ ഇപ്പം ഞങ്ങൾ വന്നേക്കുന്നത് ബീദർ ഫോർട്ടിലാണ്. ഇതിവിടെ കർണാടകയിലാണ് ഉള്ളത്, ഓൾഡ് സിറ്റി ഏരിയയിൽ.
ഫോർട്ട് ബിൽഡ് ചെയ്തേക്കുന്നത് അഹമ്മദ് ഷാ, സുൽത്താൻ അഹമ്മദ് ഷാ ആണ്. അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലെല്ലാം ഗുൽബർഗിൽ നിന്ന് ബീദറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് 1427. ഇതിൻ്റെ ഉള്ളിൽ 30ഓളം മോണ്യുമെൻറ്റ്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇപ്പം ഉള്ളിലേക്കൊന്നും കയറി കാണാൻ അലൗഡ് അല്ല, എല്ലാം പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. എന്നുവെച്ചാൽ പുറത്തു കൂടി നമുക്കിങ്ങനെ കാണാം, പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊന്നും കയറാൻ പറ്റില്ല, ഫുൾ ലോക്ക്ഡ് ആയിരുന്നു. ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് കർണാടക തന്നെയായിരുന്നു. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 2200 ഫീറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതെല്ലാം ഞാൻ ഗൂഗിളിലാണ് നോക്കിയിരുന്നത് ഇതിനെക്കുറിച്ചൊക്കെ. എത്രത്തോളം അക്യുറേറ്റ് ആണെന്ന് എനിക്കറിയില്ല. ബട്ട് ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത സമയത്ത് കിട്ടിയേക്കുന്ന നോളേജുകൾ അല്ലെങ്കിൽ പോയിൻറ്റ്സ് ഒക്കെയാണെന്ന് ഇപ്പം ഞാൻ പറഞ്ഞത്. ഇപ്പം ഇത് ഇങ്ങനെ കാണുന്ന ഒരു ഭംഗിയേ ഉള്ളൂ ആക്ച്വലി. കാരണം ഇത് പ്രൊട്ടക്റ്റഡ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നിയില്ല. കാരണം നമുക്ക് ഒന്നാമത് ഉള്ളിൽ കയറി ഒന്നും കാണാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഇത്രയും ദൂരമൊക്കെ ട്രാവൽ ചെയ്ത് വന്നിട്ട് കാണാനുള്ളതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി നോട്ട് എന്ന് പറയേണ്ടി വരും. ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 2 hours എങ്കിലും എടുത്തിട്ടുണ്ടാകും ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ഹൈദരാബാദിൽ നിന്ന്. അത്രയ്ക്കൊക്കെ ടൈം എടുത്തിട്ട് കാണാനുള്ള സംഗതികളൊക്കെ ഇതിനകത്തുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോന്നേ പറയാനുള്ളൂ. മേ ബി അത് ഉള്ളിലേക്കൊക്കെ കയറാനുള്ള പെർമിഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. എന്തുകൊണ്ടാണ് പ്രൊട്ടക്റ്റ് ചെയ്യാതെ വെച്ചേക്കുന്നതെന്ന് നമുക്ക് റീസൺ അറിയില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറയാനും പറ്റില്ല. സോ ഇതിന് കുറച്ച് ദൂരം മീൻസ് കുറച്ച് അടുത്തുള്ളവർക്കൊക്കെ പോയിട്ട് വരുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ അതേപോലെ ഈ ഹിസ്റ്റോറിക്കൽ ഇതിനെക്കുറിച്ചൊക്കെ നല്ല നോളേജും നല്ല ഇഷ്ടമൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അവരുടെ പേഴ്സ്പെക്റ്റീവ് വേറെ ആയിരിക്കും, നമ്മളെ മാതിരി ആയിരിക്കില്ലല്ലോ. നമ്മൾ ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് കുറേ ഫോട്ടോസും കണ്ടു, അതേപോലെ അതിനെക്കുറിച്ചൊക്കെ കുറച്ച് നോളേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കാണ്ടാണ് പോയത് തന്നെ. ഞാൻ ആക്ച്വലി ഇത് കഴിഞ്ഞ് വന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽ തന്നെ നോക്കിയത്. അപ്പം അതുകൊണ്ടായിരിക്കാം നമുക്ക് അത്രയും കണക്റ്റഡ് ആവാഞ്ഞത്, മേ ബി, അറിയില്ല. ഇത് എൻ്റെ പേഴ്സ്പെക്റ്റീവ് മാത്രമാണ്, എനിക്ക് പേഴ്സണലി തോന്നിയ സംഭവം മാത്രമാണ്. മേ ബി ഇനി ഇവിടെ നേരത്തെ പോയവരോ അല്ലെങ്കിൽ ഇനി പോകാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ ഇത് കാണാൻ കഴിയുമ്പോൾ വേറെ ഒപ്പീനിയൻ ആയിരിക്കും. ചിലപ്പോൾ അവർക്ക് നല്ല രീതിക്ക് കണക്റ്റഡ് ആയിട്ടൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. ഞാൻ എടുക്കും റീൽസ് പ്രിപ്പറേഷൻ. എടുക്കില്ലാതെ അമ്മ വീഡിയോ എടുത്തിട്ട് എടുക്കും. പഴം കണക്ക് കുട്ടിയോ Beautiful. ഡെക്കറേഷന് തേക്കില്ലേ വെള്ളം മണമില്ലാത്ത മറ്റേ ഇത് കണ്ടോ? അപ്പം ഞങ്ങൾ എത്തിയത് ഒരു 3:30 ആയപ്പോഴേക്കും ഞങ്ങൾ ഫോർട്ടിലൊക്കെ പോയിട്ട് എത്തി. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഫ്രഷ്നപ്പായിട്ട് കിടന്നുറങ്ങി. ഇപ്പോഴാണ് എണീക്കുന്നത്. ഇപ്പം 7 മണിയൊക്കെ കഴിഞ്ഞു. നല്ല ഉറക്കമായിരുന്നു.
അത് കഴിഞ്ഞ് എണീറ്റതിന് ശേഷം ഞാൻ കട്ടൻ കാപ്പി ഉണ്ടാക്കി കട്ടൻ കാപ്പി ഇച്ചിരി ചൂടാറുണ്ട് എനിക്ക്, അതുകൊണ്ട് ഞാൻ ചൂടാറാൻ വേണ്ടി വെച്ചേക്കുവാണ്. ദച്ചുമോൾ ഇതേ അവിടെ ഓടിക്കളിക്കുന്നുണ്ട് എണീറ്റിട്ട്. അവളല്ലെങ്കിലും കാറൊന്നും കിടന്ന് ഉറങ്ങി. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറങ്ങണമായിരുന്നു, അതുകൊണ്ട് ഞാൻ പിടിച്ച് കുറച്ച് നേരം കൂടി ഉറക്കിയതാണ്. കുറച്ച് നേരം അവൾ തന്നെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് അവൾ തന്നെ ഉറങ്ങിപ്പോയി. അപ്പോഴേക്ക് നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി. പിന്നെ ഇപ്പം ഗോഗു വന്ന് എണീപ്പിച്ചത് കൊണ്ട് ഞാൻ എണീറ്റത്, അല്ലെങ്കിൽ ഞാൻ പിന്നെയും ഉറങ്ങിയിട്ടുണ്ടാകും. പിന്നെ ഫോട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞോളൂ. അപ്പോൾ ഇനി എനിക്ക് ത്രാണിയില്ല വീഡിയോ എടുക്കാനായിട്ട്, ഭയങ്കര ടയേർഡായി. ഫുഡിൻ്റെ കാര്യമൊന്നും പ്ലാൻഡ് അല്ല, നൈറ്റ് ഉണ്ടാക്കുവാണോ വാങ്ങുവാണോ ഒന്നും അറിയാൻ പാടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്തേക്കാമെന്ന്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.